അന്ന അങ്ങനെ പോകുന്ന ദിവസമായി. പൊക്കോ പൊക്കോ വേഗം പൊക്കോ വേഗം പൊക്കോ വേഗം കൊണ്ടുവച്ചോ വേഗം കൊണ്ടുവച്ചോ. അതിപ്പോ എന്തോ അതിന് കനുണ്ട്. അതി കൊടുക്ക്. അതിന് കനല്ല. നീ പട്ടേ തേറി. ആരങ്ങോട്ട് പോയേ? ആരങ്ങോട്ട് പോയേ പെണ്ണോ? ബേബി ബേബി അത് വേണം നിനക്ക്. നിന്റെ തലയില് മുടിയിലാണ്ട് എവിടെ വയ്ക്കാനാളാ? ഹസി ബേബിയുടെ മുടി എവിടെയാ? ഓയ്യോ മുടി എവിടെയാ? കണ്ടിട്ടാ പൊന്നാ ആരാ അപ്പാ പോനാ? ഗൈസ് ഇന്ന് ഭയങ്കര ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങള് ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര വിഷമത്തിലാണ്. അന്നെ പോണേന്റെ സന്തോഷമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. അതെ നീ എന്തിനാ ചിരിക്കണേ? നീ എന്തിനാ ചിരിക്കണടാ? ഗൈസ് അപ്പൊ ഇതാണ് ഇന്നാണ് അന്ന പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ മറ്റേ നമ്മള് പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തത്. അന്നപ്പോ പോവാണ്. ഈ അവസരത്തിൽ എന്താണ് അന്ന മോൾക്ക് പറയാനുള്ളത്? എന്നിട്ട് ആദ്യത്തെ ദിവസം നീ ലീവ് എടുക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും അറബികളുടെ അടിമയാകാൻ പോവുകയാണ്. വിഷമണ്ടോ പോണേന്? ഒട്ടും വിഷമല്ല. നിനക്കോ? ഇവിടത്തേക്കാൾ എന്തിനൊക്കെ പറഞ്ഞ നിനക്ക് വിഷമണ്ടോടി? വിഷമില്ല. അമ്മയ്ക്ക് അമ്മങ്ങനെ തിരിച്ച് വിഷമില്ല. അപ്പനോട് കുറച്ച് വിഷമമുണ്ട്. അപ്പന്റെ ബേബി മാമ പോണ്. ഇനി അന്ന വരുമ്പോഴേക്കും അവന് ഓടി ചാടി. എടി നീ ഇതൊക്കെ നോക്കിയില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ. അവിടുന്ന് വേറൊന്നും ഫ്ലൈറ്റ് ടിക്കറ്റ് ഫോണിലില്ലേ? ഫോൺ ഓഫ് ആവണ്ടിരുന്ന പേര് പിന്നെ മറക്കേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ. അത്ര കാര്യം പാസ്പോർട്ടും ഒക്കെ പാസ്പോർട്ട് ഉണ്ടായാ മതി. അല്ല എമിറേറ്റ്സ് കാർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിനക്ക്? അതോ ഐഡി ഉണ്ട്? ഐഡിയും പാസ്പോർട്ടും ഉണ്ട്. ഓക്കെ തന്നെ ഓക്കെ. പിന്നെ പ്രശ്നമില്ല. അതല്ല എമിറേറ്റ് അടുത്ത വരവില് കാണാം. ഉമ്മോട് കളിയില്ല നീ പട്ടിക്ക് വന്നപ്പോ കൊടുത്തിണ്ടായില്ലോ. അടുത്ത ഇയർ സന്ധിക്കും വരയ്ക്കും വണക്കം. എന്തൊരു പട്ടിയാ? പട്ടിയോട് പറഞ്ഞതാ. പോവാ. ഉണ്ണിയുടെ സാധനങ്ങളാ. എന്നിട്ട് ഉണ്ണിയുടെ സാധനങ്ങള് ഹെഡ്സെറ്റ് ഷുഗർ കെയിനാണ് ഇതാ പോണത്. ഇതേ പോണു. ഞാൻ ആദ്യം മറ്റേ പുല്ലാന്ന് വിചാരിച്ച പശുവിനുള്ള പുല്ല്, പക്ഷെ അതല്ല, കരിമ്പാണ് പോണത്. അതെ കരിമ്പ്. രാത്രി നമ്മുടെ ഹൈവേയില് ഭയങ്കര തിരക്കാണ്. അയ്യോ ലൈറ്റ് ഇടണല്ലേ, സോറി. അപ്പൊ നമ്മള് ലൈറ്റ് കുറവായിരിക്കും വണ്ടിയുടെ ഉള്ളായതുകൊണ്ടേ. രാത്രി സമയത്തേ ഹൈവേയില് നല്ല തിരക്കുണ്ട്. അത് കുഞ്ഞു വണ്ടികളല്ല, കുഞ്ഞു വണ്ടികളും ഉണ്ടല്ലോ. ട്രക്കുകൾ കുറേ ട്രക്കുകളുണ്ട് കണ്ടോ. എല്ലാതും ട്രക്കുകളാണ്. പക്ഷെ അവരൊക്കെ റൈറ്റ് സൈഡ് പിടിച്ചാ പോണത്. ലെഫ്റ്റ് സൈഡാണ് അവര് പോണ്ടത്. ഫുൾ റൈറ്റ് സൈഡാണ്. പിന്നെ എല്ലാവരും പിന്നെ നിയമം ഒന്നും പാലിക്കാത്ത കാരണം കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അല്ല ഇൻക്ലൂഡിങ് അസ് നമുക്ക് കുഴപ്പമില്ല. അല്ല ഇപ്പൊ നമ്മള് പോണത് നിയമം പാലിച്ചിട്ട് തന്നെയാണ് പോണത്. എന്നാലും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. ഇനി ഇപ്പോഴത്തെ കൊറേയൊക്കെ കോൺസെപ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ടല്ലേ. എല്ലാവരും നൈറ്റ് ഇങ്ങനെ ചായ കുടിക്കാൻ പോണു, ചില്ല് ചെയ്യണു. എന്തേ ഇവിടെ
അത് റൗണ്ടില് ഹൈവേയില് മാത്രമാണ് ഹൈവേ ആയതുകൊണ്ടാണ് തിരക്ക്. എന്നാലും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. ചെറിയ തൃശ്ശൂരൊന്നുമില്ല, കോഴിക്കോടും കൊച്ചിയും രണ്ട് സ്ഥലത്തും ഒക്കെ, അല്ലാണ്ട് നൈറ്റ് ലൈഫ് വേറെ എവിടെയില്ല. തൃശ്ശൂർ ആയി വരണേ ഉള്ളൂ. അതാ ആയി വരും, എന്തായാലും ആയി വരും. കൊറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും ആൾക്കാരുടെ ആ ഒരു തിങ്കിങ് ആയാലും ഒക്കെ കൊറേ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഇതാണ് എല്ലാവരുടെയും കാണുന്നത്. പിന്നെ നമ്മളെ മറ്റേ ഇവിടെ എത്താറായി, എന്ത് മറ്റേ എയർപോർട്ട് എത്താറായി. കൊറേ നേരമായിട്ട് ഇടിമിന്നുണ്ട്, നല്ല പോലെ ഇടിമിന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പടക്കം പൊട്ടണമെന്ന് വിചാരിച്ചു എവിടെയെങ്കിലും, പക്ഷെ അല്ല, നല്ല പോലെ ഇടിമിന്നുണ്ട് മേലെ ആകാശത്ത്. ചില സമയത്താണ് മറ്റേ വരണ വഴി ഇടിമിന്നലൊക്കെ ഇങ്ങനെ വര വര പോലെ കണ്ടു ഞാൻ വരണ വഴി. അപ്പൊ നമ്മളതേ അവിടെ എത്താറായി. ഇപ്പൊ തൊട്ടടുത്താണ്. കൊറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ, കൊറേ ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണു. നമുക്ക് രണ്ട് ഫീലിങ്സ് കാണാൻ പറ്റും. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ ഈ ഇന്റർനാഷണൽ എയർപോർട്ട്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അതെ അതെ, നീ കണ്ട മേളില് കണ്ട മറ്റേ സാധനം ഇടിമിന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇത് ടെർമിനൽ 3. ഇറങ്ങണില്ലേ അന്നമോളെ? ഇറങ്ങാൻ തോന്നണില്ലേ നിനക്ക്? തിരിച്ചു വരണ്ട വീട്ടിക്ക്? വരണമെന്നില്ല? എന്തൊരു ശവീടി വെറുതെ ഒന്ന് കരഞ്ഞോളൂ കേട്ടാ. ഒരു മാസം മുമ്പ് നമ്മള് ട്രോളി തള്ളി വന്നത് ഓർക്കുന്നു ഈ നിമിഷം. നീ ഓർക്കണ്ട? ഈ വഴിക്കൂടെ അല്ലേ നമ്മള് വന്നേ? ഈ വഴിക്കൂടെ, പക്ഷെ രാത്രി ആയിരുന്നില്ല, പകൽ സമയമായിരുന്നുള്ളൂ. ഗൈസ്, ഇപ്പൊ നമ്മള് രാത്രി വന്നിരിക്കുകയാണ് അല്ലേ? എന്റെ ഫ്രണ്ടിൽ കൂടെ പോണത്. നമുക്ക് മുകളിലേക്ക് പോണല്ലേ? അതിലെ വഴിയുണ്ട്, തിരിക്കണ വഴിയുണ്ട്, അതിലെ പോവാം. ബേബി ആണെങ്കിൽ നല്ല ഉറക്കത്തില്ല. അത് എണീപ്പിക്കണോടി എന്നെ? എണീപ്പിക്കണ? ബാഗ് എടുത്തേക്കണേ? ബാഗ് ഇട്ടിട്ട് നടക്കണ്ടല്ലോ. ഉണ്ണി എണീക്കോ? നീ അവൻ നല്ല ഉറക്കത്തില്ല, അവനെ എണീക്കില്ല. ആരെങ്കിലും നമ്മളോട് പോവാണോ എന്നൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞോട്ടാ. വിഷമില്ല എന്ന് പറയായിരിക്കോട്ടാ. ഞെക്കാല പോളൂട്ടാ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കലുണ്ടാവുള്ളൂ. ഏത് ഫ്ലോറെന്നറിയോ? 2. എത്ര മണിക്കാ പുലർച്ചെ അവിടെ എത്താ? ഫ്ലൈറ്റ് 5:30 എത്തും. എന്നിട്ട് ഈ ടാക്സി വിളിച്ചിട്ട് പോണ? ഊബർ. ഞാൻ വിചാരിച്ചു കമ്പനിന്ന് വണ്ടി വരുന്നു. ഈ വണ്ടിയുടെ കേസ് പറഞ്ഞപ്പോ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. സമയം 12 മണി ആവണുള്ളൂ. 12 മണി ആവണുള്ളൂ. പോവാ അന്നെ. ദാ ചെല്ലുകൂട്ടം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാ ഞങ്ങള് പിന്നെ പോവാണ്. പിന്നെ നിനക്കൊന്നുമില്ല, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. ഇനി വരണത് അന്നൊരു വരവ്, ഒരു കല്യാണത്തിന് വരവുണ്ട്. 6 പാക്ക് ആക്കിട്ടാ ഞെട്ടും. അവര് ആൾക്കാരുകൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. നിന്നപ്പോ മനസ്സിലാക്കാൻ പാടില്ല. അമ്മ അതൊരു മേക്ക് ഓവർ ആയിരിക്കില്ല നിക്കണതാ. ഞാനെങ്കിൽ ഓവർടേക്ക് ചെയ്ത് അവരൊക്കെ പതുക്കനെ പോയുള്ളൂ. അവർക്ക് കെട്ടുപിടുത്തം കരച്ചിലും പരിഭവമൊക്കെ നിൽക്കാവുന്നില്ല. അതാരുടെ കുഴപ്പമില്ല. എണീറ്റാൻ അന്നെ എന്തെങ്കിലും പറയാണ്ട് ഈ അവസരത്തില്? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാണ്ട? അന്നതി നടന്ന് നീങ്ങുകയാണ്. അപ്പനമ്മയൊക്കെ അവിടെ പോയി നിൽക്കണേ. രണ്ട് സൈഡിൽ കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട അവസ്ഥയല്ലേ? ബായോ ഈ സൈഡല്ലടി, അപ്പുറ സൈഡാ പോയല്ലേ? 2 ബാഗും അവിടെ ലഗേജിൽ കിട്ടുന്നുണ്ടല്ലേ? അതെ, 2 ബാഗ് ലഗേജിൽ ഇട്ടിട്ട് കൈവീശി പോയേക്കണം അവള്. ഹലോ, ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് പോവല്ലേ? ഇനി ഇവിടെ ഇല്ലല്ലോ.
ചോദിച്ചതാ ഞാൻ. ഇമിഗ്രേഷൻ ഞങ്ങളല്ലേ? ശരി എന്നാ. ഈ ഹോട്ടലിലല്ലേ 650 രൂപ കാപ്പിക്ക്? മുമ്പ് അങ്ങനെ എന്തോ ഇത് കണ്ടായിരുന്നു അല്ലേ? ഈ ഹോട്ടലല്ലേ? ഉള്ളിലായിരിക്കും. പക്ഷെ ഇന്ന് തിരക്ക് കുറവാണല്ലോ ഇപ്പൊ എയർപോർട്ടില്. നമ്മള് ഈ പോണ ഫ്ലൈറ്റ് അതായിട്ടാണോ? ഫ്ലൈ ദുബായ് ആണോ? നോർമലി തിരക്ക് കുറവാ? അല്ലല്ല, ഈ സമയമായതുകൊണ്ടായിരിക്കും ചിലപ്പോ. ശരിയാ, ഈ സമയമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്ക്. ഇപ്രാവശ്യം അത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റില് നല്ല തിരക്കുണ്ടാവും. പക്ഷെ എങ്ങനെ ആൾക്കാർ എടുക്കില്ല, ടിക്കറ്റ് എടുക്കില്ല അല്ലേ? നമ്മളെടുത്തു. ടിക്കറ്റിന് പൈസ കുറവായതോ? പൈസ കുറവായിരുന്നില്ല ഈ സമയത്ത്. അന്നമേമയോടെയാ? അന്നമേമയോ എവിടെ? കൈയോട് ചൂണ്ടി കാണിക്കാളടി. കുറച്ച് നേരത്തെ മുമ്പ് എനിക്ക് അന്നമേമനെ കാണാറുന്നില്ല പൊന്നെ നിനക്ക്. ഗൈസ്, അമ്മ അങ്ങനെ അന്ന പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെക്കിങ് അവളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതായത് ബാഗേജും കാര്യങ്ങളൊക്കെ വിട്ടു. ഇനി എമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാല് നേരെ ഗേറ്റിൽ പോയി വെയിറ്റ് ചെയ്യാ. ടൈം കറക്റ്റ് ടൈം തന്നെ കാണിക്കണേ. 2:20 തന്നെയാണ് ടൈം കാണിക്കണേ. ചേഞ്ചസും കാര്യങ്ങളൊന്നും കാണിക്കണില്ല, കറക്റ്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം ചേഞ്ച് ആവും. 2:20 എന്നുള്ളത്. ടൈം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിന് എന്തെങ്കിലും ടൈം ചേഞ്ച് വരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ഗേറ്റിനകത്തോട്ട് മെൻഷൻ ചെയ്യും ഫ്ലൈറ്റ് ചെയ്യണ ടൈം ഇതാണെന്ന് പറഞ്ഞു. അതാ ഉദ്ദേശിച്ചത്. ഉറക്കപ്പനുണ്ടോ? വേറെ വ്യത്യാസമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേനെ. അപ്പൊ അന്ന പോവാണ്. അന്ന പോയിട്ട് അവിടെ എത്തിയിട്ട് നമ്മൾ തന്നെ വിളിക്കും. പിന്നെ ഇടയ്ക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കോളിൽ നമുക്ക് കാണിക്കാം. പിന്നെ അത് മാത്രമേ ഓപ്ഷനുള്ളൂ. പിന്നെ ഇനി കല്യാണത്തിനായിട്ടായിരിക്കും വരാം. അല്ലാണ്ട് വേറെ വരേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതുവരെയ്ക്ക് വേറെ ആവശ്യമൊന്നുമില്ല. അടുത്ത കൊല്ലായിരിക്കും അവള് വരാം. കല്യാണം മനസ്സമ്മതം കാര്യങ്ങളൊക്കെ ഒരു മാസത്തോളം ഒരു മാസം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര പെട്ടെന്നായിരുന്നു സമയം പോയെ. ഫുൾ ടൈം നമ്മളുടെ കൂടെ തന്നെയായിരുന്നു അല്ലേ? നിങ്ങള് വീഡിയോയില് കുറെ കാണുന്നുണ്ടെങ്കിലും കൂടി ഒരു മാസം കറക്റ്റ് ഉണ്ടായിരുന്നല്ലോ. വീഡിയോ ലാഗായി പറഞ്ഞു. വീഡിയോ നമ്മൾ ഒന്നരാട് വീഡിയോ ഇടുന്നതിന് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഒരു മാസേ ഉള്ളൂ കറക്റ്റ്. ഒരു മാസമായിട്ടുള്ളൂ. പക്ഷെ ഒരു മാസം ഫുൾ ടൈമും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് സംബന്ധിച്ചാല് നമ്മളുടെ വീഡിയോസ് എടുക്കാൻ പോകാനൊക്കെ ആയിട്ടാണെങ്കിലും ഫുള്ള് നമ്മളിപ്പോ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ബോഞ്ചൂർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ്. ആ പേജിനകത്ത് ഫുള്ള് പന്ന വന്നതിന് ശേഷം പന്നയായിരുന്നു അതിനകത്ത് ഫുൾ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആള് പോയില്ല. ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമായി പോയി അവസാനം ബാലൻസ്. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതെ, നമുക്ക് അടുത്ത വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, പൊണ്ണു.